ഹായ് ഓൾ. MS വേർഡിൽ ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത് പാരഗ്രാഫിനെ എങ്ങനെ കോളമാക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചില മാഗസീൻസ് ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ 2-3 കോളമായി പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത് കാണാം. അതെങ്ങനെ മാറ്റാം എന്നുള്ളതാണെന്ന് പറഞ്ഞിരുന്നത്. അതിനു വേണ്ടി ലേഔട്ട് ടാബ് പോവുക. പേജ് സെറ്റപ്പിന്റെ അണ്ടർ കോളം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിൽ 2 കിടക്കുന്നുണ്ട്. 2 കോളമായി എങ്ങനെ പാരഗ്രാഫിനെ മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, പാരഗ്രാഫ് ഇപ്പോൾ 2 കോളമായി മാറി. ഇനി മൂന്നാമത്തായിട്ട് 3 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പാരഗ്രാഫിനെ 3 കോളമായി മാറ്റാം. അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ വ്യത്യാസം. ഇങ്ങനെ ഇതിൽ ലെഫ്റ്റും റൈറ്റും എല്ലാം ഉണ്ട്. താഴെ മോർ കോളംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് മാറ്റാം, അതെടുക്കാം. ഇതിൽ പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു കോളത്തിലാക്കണോ, 2 കോളത്തിലാക്കണോ, 3 കോളത്തിലാക്കണോ എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ഞാൻ 2 കോളമാണ് കൊടുക്കുന്നത്. അതുപോലെ ലൈൻ ബിറ്റ്വീൻ, ഇതിന്റെ ഇടയിൽ ലൈൻ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ലൈൻ ബിറ്റ്വീൻ കൊടുത്തിട്ടുണ്ട്. ഇനി കോളത്തിന്റെ വിഡ്ത്ത് സ്പേസിംഗ് എല്ലാം ചോദിക്കുന്നുണ്ട്, അത് ഞാൻ മാറ്റുന്നില്ല. ഓക്കെ കൊടുക്കാം. നോക്കൂ, ഇപ്പൊ 2 കോളമായി വന്നു. അതിന്റെ ഇടയിൽ ലൈൻ ബിറ്റ്വീൻ സ്പേസ് കൊടുക്കുക കാരണം കൊണ്ട് അതിന്റെ താഴെ ലൈനും വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞത് പാരഗ്രാഫിനെ എങ്ങനെ കോളംസിലോട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. ആ ഓപ്ഷൻ ഉള്ളത് ലേഔട്ട് ടാബിൽ പേജ് സെറ്റപ്പിന്റെ അണ്ടറിലാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാളെ വേറൊരു വീഡിയോയുമായി വരാം. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.